ഖോയ സഫല ഹെർബൽ സോപ്പ് മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടത് അവരുടെ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നാടൻ രുചി, അതിനോടുള്ളൊരു താല്പര്യം, അതുണ്ടാക്കാനായിട്ടുള്ളൊരു ത്വര, ഇത് എപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചില നാടിനോടും ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചില വിഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് ശരിക്കും നമ്മൾ കൊഞ്ചിപ്പൊടി അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ ഇത് വെച്ചിട്ട് ചെയ്യുന്ന ചില വിഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഉണക്ക ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെട്ടികുളങ്ങര ഭരണി സമയത്തൊക്കെ, അതായത് ഓണാട്ടുകരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ ദേവിക്ക് ആ ഒരു സമയത്ത് ചെട്ടികുളങ്ങര ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിവേദ്യം തന്നെയാണ് ഈ ഓണാട്ടുകരയിലെ എല്ലാ വീട്ടുകാരും ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഉണക്കച്ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കുന്ന കൊഞ്ചുമാങ്ങ. അപ്പോൾ ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുമ്പോൾ തന്നെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ്. അത് എല്ലാ വർഷവും മുടങ്ങാതെ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ചെട്ടികുളങ്ങര ദേവി ഭഗവതിയുടെ ഭരണിയുമായി ബന്ധപ്പെട്ട ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ആചാരമാണ്, ഇത് തലമുറകളായി കൈമാറി വരുന്നതാണ്. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ അന്ന് തൊട്ടേ നമ്മളിങ്ങനെ കേൾക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഉണക്കച്ചെമ്മീൻ അല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ, കാര്യം ഈ ഉണക്കമീൻ എന്ന് പറയുന്നൊരു കാര്യം തന്നെ എപ്പോഴും നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. കാര്യം പച്ചമീൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള മീനാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കുന്നതാണ് സുഖം. പിന്നെ വേണമെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം, അത് വേറെ കാര്യം. എങ്കിലും കേടാകാണ്ട് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റിയത് ഉണക്കമീനാണ്. ഇപ്പോൾ ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഏതായാലും ഉണക്ക അയലയാണെങ്കിലും ഉണക്ക ചെമ്മീനാണെങ്കിലും എല്ലാത്തരം മീനിൻ്റെയും ഉണക്കിയ മത്സ്യങ്ങൾ വിഭവം, അങ്ങനെ ഉണക്ക മത്സ്യ വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണല്ലോ, എല്ലാം കടകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് ആലോചിക്കാൻ കാര്യം എന്താ വെച്ചാൽ, ഈ ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഇങ്ങനെ നമ്മളൊരു വിഭവം തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെട്ടികുളങ്ങര ഭഗവതിയൊക്കെ ഓർമ്മിക്കും, ഓണാട്ടുകരക്കാരെയും ഓർമ്മിക്കും. കാര്യം ഞാനും ആ നാട്ടുകാരി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇത് ഈ കൊഞ്ചുമാങ്ങയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. ഇന്ന് എന്തായാലും നമ്മൾ കൊഞ്ചുമാങ്ങയല്ല ചെയ്യുന്നത്, പക്ഷേ ഉണക്കച്ചെമ്മീൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇതുകൊണ്ട് നമ്മളൊരു തോരൻ തയ്യാറാക്കാൻ പോകണം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണക്കച്ചെമ്മീൻ 100 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, ചെറിയ ഉള്ളി 20 എണ്ണം രണ്ടായി മുറിച്ചത്, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ചെറിയ ഉള്ളി 5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില 2 തണ്ട്. അപ്പോൾ നമ്മൾക്കിനി നമ്മുടെ ഉണക്കച്ചെമ്മീൻ തോരൻ തയ്യാറാക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒരു 100 ഗ്രാം വാങ്ങുക. അത് പാക്കറ്റിലും കിട്ടും, അല്ലാണ്ട് തൂക്കി വാങ്ങാനും പറ്റും. വലിയ മാർക്കറ്റിലൊക്കെ പോകുകയാണെങ്കിൽ തൂക്കി തരും. അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കച്ചെമ്മീനിലേക്ക് കുറച്ച് ധാരാളം വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം, ഒരു ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. കണ്ടല്ലോ, നമ്മുടെ ഉണക്കച്ചെമ്മീൻ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചത് കുതിർന്നിരിക്കുവാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ കാണുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാമല്ലോ, ഇതെല്ലാം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ അഴുക്കെല്ലാം താഴേക്ക് അടിഞ്ഞു പോകും, മണ്ണ് അഴുക്കെല്ലാം. പക്ഷേ ഇത് എത്ര വെള്ളം കഴുകിയെടുക്കണം എന്നറിയാം. ഈ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മേളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമി കംപ്ലീറ്റ് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ മണ്ണും അഴുക്കും ഒക്കെ പോട്ടെ, അതെല്ലാം ഇങ്ങനെ ആക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്നിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് മാറ്റാം. ഇത് ഒരു ഫസ്റ്റ് സ്റ്റേജാണ്, ഒന്നും ആയിട്ടില്ല. ഇനി ഇതുപോലെ എത്ര പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം എന്നറിയാം. ഈ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം അഴുക്ക് ഇതിനകത്തുണ്ട്, മണ്ണ്. ഇനി നമ്മൾ വീണ്ടും കുറച്ച് ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ കഴുകി ഇങ്ങനെ 2-3-4 പ്രാവശ്യം ഈ വെള്ളം ക്ലിയർ ആകുന്നവരെ, നല്ല ക്ലിയർ വാട്ടർ ആകുന്നവരെ നമ്മളിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. ഇനി കുറേ പ്രാവശ്യം കൂടി നമുക്കിങ്ങനെ കഴുകാം. ഇനി വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഇനി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആക്കുക. നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഇതുപോലെ ഇനി ഒരു 2-3 പ്രാവശ്യം കൂടി കഴുകിയെടുക്കണം. എന്തായാലും ഞാനിതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വരാം.
അങ്ങനെ നമ്മുടെ ഉണക്ക കൊഞ്ചുപൊടി ഇവിടെ വൃത്തിയാക്കി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം എല്ലാം ഊറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു തരി മണലോ വൃത്തികെട്ട കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, എല്ലാം ഫുൾ ക്ലീൻഡാണ്. അപ്പോൾ ഇത് 100 ഗ്രാം കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊഞ്ചുപൊടി, ഉണക്കച്ചെമ്മീൻ പൊടി. ഇനി എന്താണ്, ഇനി വേണ്ടത് അരപ്പാണ്. അരപ്പിന് 1.5 കപ്പ് തേങ്ങ ചിരകിയതും, ഇത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് വേണ്ടേ, മുളക് പൊടി എരിവനുസരിച്ചിട്ടാണെങ്കിലും ഒരു 3 ടീസ്പൂൺ, 2 മുതൽ 3 ടീസ്പൂൺ വരെ ആകാം. എനിക്ക് തോന്നുന്നു ഒരു 3 ടീസ്പൂണാണ് എൻ്റെ ഒരു പാകം. ഇച്ചിരി എരിവ് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഒരു 4-5 കൊച്ചുള്ളി, ഇത്രയും കാര്യങ്ങൾ. പിന്നെ കറിവേപ്പില ഒരു 2 തണ്ട്. കാര്യം നമ്മൾ ഇനിയും കറിവേപ്പില ചേർക്കും, പക്ഷേ ഇത് അരപ്പിൻ്റെ കൂടെ ഒന്ന് ചതയ്ക്കാനായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു തോരൻ്റെ പാകത്തിന്, ഒരു തോരൻ പാകത്തിനെക്കാട്ടി ഒരല്പം കൂടി ഒന്ന് ചതച്ചെടുക്കുക. അതാണ് ഇനി വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ചതച്ചിട്ട് വരാം. മനസ്സിലായില്ല? 4-5 ചെറിയ ഉള്ളി, 2-3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 2 തണ്ട് കറിവേപ്പില. അങ്ങനെ നമ്മൾ ചതച്ചെടുത്ത് അരപ്പ് ഇത് റെഡിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തോരൻ്റെ ഭാഗം എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ചതയ്ക്കുക. ആ ചതച്ച് ഒന്ന് ചെറുതായി ചതച്ചിട്ട് വീണ്ടും ഒരു ശകലം കൂടി ചതയ്ക്കണം. ചതച്ച് ഇച്ചിരൂടെ, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ തീരെ ഒന്ന് ചതച്ചാൽ മാത്രം പോരാ, ഒന്നുകൂടി ഒന്ന് ചതയ്ക്കണം. എന്നാൽ അരയാനും പാടില്ല. അതാണൊരു പാകം ഈ രീതിയിൽ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്, പിരിയൻ മുളക് പൊടിയാണ് ചേർത്തത്. അതുകൊണ്ടാണ് ഇത്രയും നിറം. ഉള്ളി മാത്രമേ ഉള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതിൻ്റെ രുചി നമ്മൾ കുറച്ചുകൂടി, എന്ന് വെച്ചാൽ നമുക്കിതിന് ചെമ്മീൻ്റെ രുചി തന്നെ വേണം, ഉണക്ക ചെമ്മീൻ്റെ. അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ഫ്ലേവേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദ് അത്രയും കിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു. ഇനി എന്താ വേണ്ടത്, ഇനി അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം, വേണമെങ്കിൽ ഒരു മൺചട്ടിയിലും നമുക്ക് തയ്യാറാക്കാം. മീനുണ്ടാക്കുന്ന പരന്ന പാത്രത്തിൽ. പക്ഷേ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. താളിക്കൽ അങ്ങനത്തെ എല്ലാ കാര്യം എല്ലാം നാടൻ രീതിയിൽ പോട്ടെ. പാത്രം നല്ല ചൂടായി. ഇനി ഒരു 1-1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണും ആകാം, 1.5 ടേബിൾ സ്പൂണും ആകാം, വേണം എന്നുള്ളതുപോലെ വെളിച്ചെണ്ണ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നല്ല ചൂടായിട്ട് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടൊന്ന് താളിക്കുന്നു. ചെറുതായി ഒന്ന് വഴറ്റാനാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. നമുക്ക് 1 ടീസ്പൂൺ കടുക്, 2-3-4 വറ്റൽമുളകാകാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി ആവശ്യത്തിന് കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ് എൻ്റെ കയ്യിൽ, ചെറുതാണ്, ചെറിയ ചെറിയ ഇലകൾ, ഇതാണ് നാടൻ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, തീ അല്പം കുറച്ചു. ഈ ചെറിയ ഉള്ളിയിട്ട് വഴറ്റാം. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴണ്ട് വരട്ടെ. തീ വീണ്ടും കൂട്ടി കൊടുക്കുന്നു. അപ്പം എല്ലാം കറക്റ്റ് പാകത്തിന് നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര വഴണ്ട് വരണം, എത്ര മൂക്കണം, ഇതെല്ലാം അത് കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഒരു സമയം. ഇപ്പോൾ ഏതാണ്ട് വാടിക്കഴിഞ്ഞു. പ്രധാന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി എന്താണ്, എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് തോരനെക്കാട്ടിലും ഇച്ചിരൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇതിൽ 1.5 കപ്പ് തേങ്ങയുണ്ട്, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്തത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5, ഇതിലിപ്പോൾ ഞാനൊരു 5 ചെറിയ ഉള്ളി ചേർത്തു, കറിവേപ്പില. ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇടുന്നു. മിനിറ്റിങ്ങനെ വഴറ്റാം. ചെറുതായി ഒരു പച്ചച്ചുവയൊന്ന് മാറാനാണ്, ഒരല്പം, ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഉണക്ക കൊഞ്ചിൻ്റെ പൊടി, ഇത് കൊഞ്ചിൻ്റെ കുട്ടികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ട്രോളിങ് സമയമാണ്. ഈ ട്രോളിങ് സമയം വച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ,
ഈ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കാനാണ്, മത്സ്യസമ്പത്ത് കാത്തു സൂക്ഷിക്കാൻ. അപ്പോൾ വലിയ ഫിഷിംഗ് ബോട്ട്സൊന്നും അലൗഡ് അല്ല, പക്ഷേ ചെറിയ ചെറിയ മീൻ പിടിക്കുന്ന വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ വലകളിലൊക്കെ കുരുങ്ങുന്നുണ്ട് ധാരാളം കുഞ്ഞുങ്ങൾ. ആ കൂട്ടത്തിൽ കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങൾ ധാരാളം വരുന്നതാണ് ഇങ്ങനെ കൊഞ്ച് പൊടിയായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അതും കൂടി യോജിപ്പിച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഉണക്കച്ചെമ്മീൻ്റെ പൊടിയാണെങ്കിലും ഉപ്പിൻ്റെ അംശം ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പോൾ അതങ്ങ് പോവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പം അരപ്പും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും കിട്ടിക്കോട്ടെ. ഇനി പാത്രം ഒന്ന് അടച്ച് ചെറിയ തീയിലിട്ട് വേവിക്കാം. അപ്പോൾ കൊഞ്ച് പെട്ടെന്ന് വേകും ഈ ചെമ്മീൻ കുഞ്ഞുങ്ങൾ, ഉണക്കച്ചെമ്മീൻ്റെ. എന്നിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആകട്ടെ, അതുവരെ ചെറിയ തീ കിടക്കട്ടെ. പാത്രം ഞാൻ അടച്ചിടും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പം ഏതാണ്ട് നമ്മുടെ കൊഞ്ചിപ്പൊടിയെല്ലാം പാകത്തിന് വെന്തു, അരപ്പെല്ലാം വെന്തു, വെള്ളമൊക്കെ വറ്റി, കണ്ടല്ലോ, ഓൾമോസ്റ്റ് വറ്റി. ഇനി ഫുൾ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് ബാക്കി വെള്ളം കൂടി അങ്ങ് വറ്റുന്നൊരു സമയം അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. ഇനി അടപ്പ് തുറന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് പിന്നെ ഉണങ്ങി കിട്ടും, എന്ന് പറയാം, വറ്റി കിട്ടും. പിന്നെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കൊഞ്ചിപ്പൊടി തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ തോരൻ. ഉണക്കച്ചെമ്മീനിൻ്റെ മണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതെങ്ങനെയായിരിക്കും എന്ന്. ഈ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു വാസനയാണ്. അടപ്പ് മാറ്റുമ്പോൾ തന്നെ ആ ഒരു മണം, അല്ലെങ്കിൽ തന്നെ ഒരു മണം, അടപ്പ് മാറ്റുമ്പോൾ അത് കുറേ കൂടി നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വലുതായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത് നമ്മളിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്താ വെച്ചാൽ ഇതിൻ്റെ മണവും രുചിയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഇത് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ കുഴച്ച് കഴിച്ചാൽ എത്ര സ്വാദാണെന്നറിയാം. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാകും. ഒന്ന്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, കപ്പ വലിയ വലിയ കഷ്ണങ്ങളായി മുറിച്ച് പുഴുങ്ങി, ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാലും ആഹാ പ്രത്യേക സ്വാദാണ്. പിന്നെ എന്താ, കഞ്ഞിയുടെ കൂടെ നല്ലതായിരിക്കും, നല്ല ചൂട് കഞ്ഞി. ഇപ്പം മഴക്കാലം കൂടിയല്ലേ, നല്ല ചൂട് കഞ്ഞിയും നമ്മുടെ ഉണക്കച്ചെമ്മീൻ പൊടിയുടെ ഒരു തോരനും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ? എക്സലൻ്റ് ആയിരിക്കും അല്ലേ, വളരെ ഗംഭീരമായിരിക്കും. പിന്നെന്താ, നമ്മൾ പൊതികെട്ടി പോകുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പൊതിച്ചോറിനകത്ത് വെക്കാം. പിന്നെ ആപ്പത്തിൻ്റെ കൂടെ സാധാരണയായിട്ട് ആപ്പവും കടുവറുത്ത ചമ്മന്തിയും കഴിക്കാറുണ്ട്. അതായത് ഇങ്ങനെ തോരൻ പോലത്തെ ചമ്മന്തി, നമ്മൾ കട്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഒന്ന് താളിച്ചിട്ട് തോരൻ പോലെ ആക്കും. അത് ശരിക്കും അപ്പത്തിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ അപ്പത്തിനും ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഉണക്കച്ചെമ്മീൻ പൊടിയുടെ തോരൻ. അപ്പോൾ കോമ്പിനേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോമ്പിനേഷനിലും കഴിക്കാം. ദോശ വേണമെങ്കിൽ ദോശ, തട്ടുദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും, എന്തിനേറെ ബ്രെഡിനകത്ത് വെച്ചിട്ടൊരു സാൻഡ്വിച്ചായിട്ട് കഴിച്ചാലും ഒട്ടും മോശമായിരിക്കില്ല, വളരെ ഗംഭീരമായിരിക്കും. എന്തായാലും നമുക്കിനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതൊരു തനി നാടൻ വിഭവമാണ്. ഒരു പക്ഷേ തലമുറകൾക്ക് മുന്നേ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടിരുന്ന ഒരു നാടൻ പലഹാരമാണ്. ഒരു പക്ഷേ ഈ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ നമ്മൾക്ക് ആർക്കും തന്നെ ഒരു പക്ഷേ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു വിഭവമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ 2 ജനറേഷൻ ബാക്കിൽ തന്നെ ഇത് പോപ്പുലറായിരുന്നു. ചില നാട്ടും പുറങ്ങളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സിറ്റിയിലല്ല, കുറച്ച് നാട്ടും പ്രദേശങ്ങളിലൊക്കെ തന്നെ ചില പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഈ ചായക്കട പലഹാരങ്ങളാണ് ഇത്. നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെയാണ് ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേര് അലവാങ്ക് എന്നാണ്. അലവാങ്ക്. അപ്പോൾ ഈ അലവാങ്ക്, പിന്നെ എന്താ പറയുക, കാരാവട, ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ അന്ന് വളരെ പോപ്പുലറായിരുന്നു. അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ ഈ നാടൻ പലഹാരങ്ങൾ. അപ്പോൾ ഈ ചെറിയ നാടൻ ചായക്കടകളിൽ ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ, പ്രായമായ ആൾക്കാരൊക്കെ അവിടെ പോയി ഒരു കട്ടൻ ചായയും അലവാങ്കും അല്ലെങ്കിൽ ഒരു കാരാവട, ഇതൊക്കെ നല്ല ചൂടായിട്ട് കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ പൊടി തട്ടി എടുക്കുകയാണ്. അതായത് മൺമറഞ്ഞു പോകാതെ കുറേ തനതായ വിഭവങ്ങൾ നമുക്ക് തിരിച്ചു വേണ്ടേ.
പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഓർമ്മിക്കേണ്ട വിഭവങ്ങൾ തന്നെയാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഇത് എന്തൊക്കെ കഴിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ പരിപ്പ് വടയും ഉഴുന്ന് വടയും ഒന്നും മാത്രമല്ല, പഴംപൊരിയും പിന്നെന്താ നമ്മളുടെ ഈ ഉള്ളിവടയും അതൊന്നും മാത്രമല്ല, കാരാവടയും ഉണ്ട്, അതിനോടൊപ്പം അലവാങ്കും ഉണ്ട്. അപ്പോൾ ഈ അലവാങ്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സ്വാദാണ്. ഇത് എങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഗോതമ്പ് മാവ് 2 കപ്പ്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 വലുത് ചെറുതായി അരിഞ്ഞത് ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും, തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാം, എണ്ണ വറുക്കാൻ ആവശ്യമായത്, വെള്ളം ഏകദേശം 1.5 കപ്പ്. അപ്പോൾ നമ്മൾ അലവാങ്ക് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മുടെ അലവാങ്കിന് വേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് ഗോതമ്പ് മാവിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അളവ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് അളന്ന ഗോതമ്പ് മാവ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടേണ്ട കാര്യങ്ങൾ, ഇതിപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതൊരു കഷ്ണം ഇഞ്ചി എടുത്ത് അരിയുക, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, 2 പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വലിയ സ്പൂണിന് 2 ആകാം, 1.5 ടേബിൾ സ്പൂണും ആകാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന്. നമുക്ക് ഇഞ്ചിയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയുടെ അളവൊക്കെ ഇച്ചിരി കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് എരിവ് എത്ര വേണം അതനുസരിച്ച് ചെറുതായി അരിഞ്ഞ്, ഇപ്പോൾ കിട്ടുന്ന പച്ചമുളക് നല്ല വലിപ്പമാണ്, അതുകൊണ്ട് വലിയ 2 പച്ചമുളകാണെങ്കിൽ 2 എണ്ണം. ഇനി ചെറുതാണെങ്കിലും നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ, 2 വലിയ സ്പൂൺ കിട്ടുന്ന രീതിയിൽ ഒന്ന് 2ആയിട്ട് കീറിയിട്ട്, പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ നെടുകെ കീറിയിട്ട് അരിയുക. അപ്പോൾ കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ചോപ്ഡ് ഗ്രീൻ ചില്ലീസ് എന്ന് തന്നെ പറയാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെന്താ, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തെന്ന് നമ്മൾ പറയും. തേങ്ങയെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, ഉണക്ക തേങ്ങ. അപ്പോൾ അതും ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ഇടാം. 5 ടേബിൾ സ്പൂണോളം. അതിൻ്റെ അളവും ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞെന്ന് പറഞ്ഞും കുഴപ്പമില്ല. അതൊക്കെ സ്വാദാണ്, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെന്താ, കറിവേപ്പില ആവശ്യാനുസരണം കറിവേപ്പില. കുറേ കറിവേപ്പില കിടക്കുന്നത് നല്ലതാണ്, കഴിച്ചാൽ നല്ലതാണ്, വയറിന് ഏറ്റവും നല്ല കാര്യമല്ലേ കറിവേപ്പില. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ആദ്യം ഒരു മിക്സി. അപ്പം ഇത് നാടൻ കാര്യങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള കറക്റ്റ് ടിപ്പിക്കലായിട്ടുള്ള അലവാങ്കിൻ്റെ കൂട്ടാണ്. ഇപ്പോൾ മോഡേൺ വെർഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം, അപ്പോൾ സ്വാദ് കൂടും. ചിലപ്പോൾ ചിലർക്ക് അത് വേണമെന്നുണ്ടാവില്ല. ഈ ഒരു നാടൻ രീതിയിൽ തന്നെ കറിവേപ്പില മാത്രം മതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതല്ല, ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ. ഞാൻ എന്തായാലും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചെടുക്കാം, ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നു. അത് നമ്മുടെ പഴയ രീതിയിലുള്ള ഹലവാങ്കിലില്ല, അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി. ഇനി നമ്മൾ വെള്ളം, ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് 1.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം. അലവാങ്കിന് വേണ്ട മാവ് ഞാനിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇതിൽ വേറെ ഒരു കാര്യം ചേർക്കില്ല. ഇപ്പോൾ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഇതിൽ. ഇപ്പം നമ്മൾ എന്തൊക്കെ ചേർത്തോ അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പണ്ടൊക്കെ അത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ, എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ നല്ലതായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് നമുക്ക് എത്ര സൈസിലുള്ള അലവാങ്ക് വേണം അതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് എൻ്റെ കൈവെള്ളയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സൈസാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, നെല്ലിക്കായല്ല നാരങ്ങയല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലിയൊരു ഉരുള ഉരുട്ടി കൈ കൊണ്ട് പരത്തി എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്ത് കോരുന്നു. ഇതാണ് നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ എണ്ണ ചൂടാകാൻ തുടങ്ങുന്നു. നല്ല ചൂടായിട്ടില്ല, നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉരുട്ടി തുടങ്ങാം, ഉരുട്ടി പരത്തിയെടുക്കാം. അതിനാദ്യം വേണ്ടത് കൈ ഒന്ന് നനയ്ക്കുക, ഇച്ചിരി വെള്ളം ഒരു പാത്രത്തിൽ സൈഡിൽ വയ്ക്കുക, കൈവെള്ളയും ഒന്ന് തടവ്. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് ഏത് സൈസ് ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് ഉള്ള ഒരു ഉരുള ഉരുട്ടിയെടുക്കുക. കണ്ടല്ലോ,
ഈ സൈസ്, ഞാനിപ്പോൾ ഈ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുഴപ്പമില്ലാത്തൊരു സൈസാണ്. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്ത്. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല, പെട്ടെന്ന് ചൂടായിക്കോളും. ഓൾമോസ്റ്റ് ആയിരിക്കുവാണ്, പെട്ടെന്നാകും. ഇനി വീണ്ടും ഒരു ഉരുള എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലൂസായിട്ട് നമ്മൾ കുഴച്ച് വെച്ചാലാണ് എളുപ്പം നമുക്കിങ്ങനെ പരത്താനല്ല. ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കുക, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടെണ്ണം ഇട്ടു. ഇനി മൂന്നാമത്തത്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം നമ്മൾ വറുക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഒരു സൈഡ് പാകത്തിന് മുക്കുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ ആദ്യത്തെ നല്ല ഫ്ലെയിമിലാണ്, നല്ല ചൂടാണ്. ഇനി ഒരു അല്പം തീ കുറച്ച് കൊടുക്കാം, കുറച്ച് മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജിൽ വീണ്ടും നമുക്ക് തീ കൂട്ടി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടാണ് വറുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലോട്ട് ഓഫ് അലവാങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആദ്യം ഇട്ട 3 അലവാങ്കും നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു. ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടി കുറച്ചുകൂടെ ബ്രൗൺ ആവണം, അതാണ് അതിൻ്റെ ഒരു കളറ്. ഉണ്ടല്ലേ? റെഡിയാണ്, സംഗതി എല്ലാം റെഡിയാണ്. അകത്തുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട്. നല്ല പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്തൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. പക്ഷെ ഇത് ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാദെല്ലാം നല്ല ഇത്തരം ഏത് നാടൻ പലഹാരമാണെങ്കിലും ആ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചൂടോടുകൂടി കഴിച്ചാലാണ് അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊരു നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാൽ ആഹാ എന്ത് സ്വാദായിരിക്കും അറിയാം. എന്തായാലും 3 എണ്ണല്ലേ ആയിട്ടുള്ളൂ, ഇനി ബാക്കി മാവുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതുപോലെ ഉരുട്ടി കയ്യിൽ പരത്തി എണ്ണയിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഞാൻ തിരിച്ചും മറിച്ചുവിട്ട് വറുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആകട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മളുടെ അലവാങ്കെല്ലാം തന്നെ റെഡിയാണ്. നല്ല കരുകരിപ്പോടുകൂടി പുറമെ അകവും ആവശ്യത്തിന് പാകത്തിന് വെന്ത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഒരു എരിവും രുചിയും, ഇടയ്ക്ക് തേങ്ങ കടിക്കാൻ കിട്ടും, കറിവേപ്പില കിട്ടും, ആ ഉള്ളിയുടെ ഒരു സ്വാദ് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കുക. നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കുക ഈ നല്ല മഴയത്ത്. ഇപ്പോഴത്തെ നമ്മുടെ മഴക്കാലത്തിന് പറ്റിയൊരു വിഭവം കൂടിയാണ്, തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 2ഉം നാടൻ വിഭവങ്ങളാണ്. ആദ്യം കാണിച്ചത് ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുണ്ടാക്കിയ തോരനാണ്. അപ്പോൾ കൊഞ്ച് പൊടി കൊണ്ടുള്ള തോരൻ, അപ്പോൾ പരീക്ഷിക്കാം. രണ്ടാമത് കാണിച്ചതും വളരെ സ്പെഷ്യലായിട്ടുള്ള അലവാങ്കാണ്. അലവാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വളരെ നാടൻ വിഭവം, മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഭവം. അപ്പോൾ മൺമറഞ്ഞു പോകാൻ സമ്മതിക്കരുത്, തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.